ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മഴയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ അപകടങ്ങളിലൊന്നും ചാടാതെ കൂടുതൽ നമ്മൾക്ക് എന്താ പറയാനാ ദൂരോട്ടുള്ള യാത്രകളെല്ലാം ഒഴിവാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് പോവുക. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പീനട്ട് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പച്ചയാട്ടോ, വറുത്തതല്ല, റോസ്റ്റഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് ഇത് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം. ഇപ്പോൾ ആ വെളുത്തുള്ളി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലെല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. തീ കൂട്ടി വെച്ച് ചെയ്യരുത്, കുറച്ച് വെച്ച് ചെയ്യുക. മീഡിയം തീ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് പിഴിപുളി, ഒരല്പം പിഴിപുളി നമുക്കിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, പഴുത്ത ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളി എല്ലാം ഉടഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിലേക്ക് നമുക്ക് ജീരകമാണ്, നല്ല ജീരകം പൊടിച്ചതാണ്. ജീരകം മുഴുവനേ ഉള്ള ജീരകമാണെങ്കിൽ ഇത്തിരി കൂടെ നേരത്തെ ഇട്ട് കൊടുക്കുക. ഞാൻ പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്തേ. അപ്പോൾ ആ ജീരകം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ലൊന്നും കാണത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എരിവ് കുറച്ചുള്ളവർ കുറച്ചിടുക, കൂടുതൽ വേണമെന്നുള്ളവർ മുളക് പൊടി കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് കിട്ടണം. നമുക്ക് അരയ്ക്കുന്നതാണ് വീണ്ടും, എന്നാലും നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചക്കുത്തില്ലാതെ കിട്ടണം നമുക്ക്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടൊക്കെ വീടുകളിലിരിക്കുക. എന്താ പറയാൻ, ആവശ്യത്തിനല്ലാതെ എങ്ങും പുറത്തൊന്നും പോകാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക്, ഞാനിപ്പോൾ ഒരു 5-10 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ കണ്ടോ, ഈ പരുവത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എത്രയാണോ നമുക്ക് എന്താ പറയാനാ ആവശ്യം ഉള്ളത് അതിനനുസരിച്ച് ഗ്രേവി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം വെള്ളം വേണം, ലൂസ് വേണം എന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരുപാട് ഒരുപാട് ലൂസായി പോയാൽ കൊള്ളത്തില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒത്തിരി വെള്ളമായിട്ട് ചട്നിയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുണ്ട്. ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് കുറുകിയതായിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്കൊന്ന്, ഇനി അത് ചൂടാക്കിയൊന്നും വേണ്ട, ഒരു താളിപ്പും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചുവന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇന്ന് എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഉഴുന്നുപരിപ്പ് വേണമെന്നുള്ളവർക്ക് അതും ചേർക്കാം. പക്ഷേ ഉഴുന്നുപരിപ്പ് ഇല്ലാതെ വെക്കുന്നതാണ് ഒന്നുകൂടെ എനിക്ക് നല്ലതായിട്ട് ഇതിന് തോന്നിയത്. നമ്മൾ ഈ കടലപ്പരിപ്പൊക്കെ ഇതിൽ വറുത്ത് ചേർത്തിട്ടുണ്ടല്ലോ. വേണമെന്നുള്ളവർ ശകലം ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ആ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള, എന്താ പറയുക, നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ കർണാടക സ്റ്റൈൽ ചട്നിയാണിത്. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടുക് നമ്മൾ താളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, തുറക്കരുത്. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ചട്നി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ മണമൊക്കെ അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറേ നേരം നമ്മളൊന്ന് അടച്ച് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും നമ്മുടെ കർണാടക ചട്നിയും കണ്ടല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ആഗ്രഹത്തോടെയാണ് ഇത് തുടങ്ങിയത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ബായ്.